ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായതോടെ ഇറാനിൽ നിന്നും ഇസ്രയേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ തുടരുന്നു. ടെഹ്റാനിൽ നിന്ന് അർമേനിയയിലെത്തിച്ച ആദ്യ ബാച്ച് വിദ്യാർത്ഥികളെ ഇന്ന് ഡൽഹിയിലെത്തിക്കും. 110 വിദ്യാർത്ഥികളാണ് അതിർത്തി വഴി അർമേനിയയിലെത്തിയത്. ഇറാനിൽ കുടുങ്ങിയ കൂടുതൽ വിദ്യാർത്ഥികളെ അയൽ രാജ്യത്തേക്ക് എത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങൾ ചേരുന്നുണ്ട്. അച്യുതൻ, എങ്ങനെയാണ് വിദേശകാര്യ മന്ത്രാലയം സ്ഥിതിഗതികളെ വിലയിരുത്തുന്നത്? ഒപ്പം ഈ ഒഴിപ്പിക്കൽ നടപടി എങ്ങനെയാണ് അച്യുതൻ? ഗുഡ് മോർണിംഗ് ഉന്മേഷ് കൃഷ്ണ. ഈ സാഹചര്യങ്ങൾ, ഇറാൻ ഇസ്രായേൽ സംഘർഷം, അതിൻ്റെ സാഹചര്യങ്ങൾ കൂടുതൽ വഷളായതോടുകൂടിയാണ് ഇന്ത്യൻ എംബസി, ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഈ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്ന നടപടികൾ ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിക്കുന്നത്. നിലവിലെ കണക്കുകൾ പ്രകാരം ഏതാണ്ട് 10,000-ഓളം ഇന്ത്യൻ പൗരന്മാർ ഇറാനിലുണ്ട് എന്നുള്ളതാണ്. അതിൽ 6,000-ഓളം വിദ്യാർത്ഥികളാണ്. ഇതിൽ 600-ഓളം പേർ ഈ ടെഹ്റാനിൽ ഉള്ള വിദ്യാർത്ഥികളാണ് എന്നൊരു കണക്ക് പുറത്തു വരുന്നുണ്ട്. അതിൽ നിന്ന് ഏതാണ്ട് 110 വിദ്യാർത്ഥികളെയാണ് ഇന്നലെ ഉർമിയയിലുള്ള ഏതാണ്ട് 110 വിദ്യാർത്ഥികളെയാണ് സുരക്ഷിതമായി അർമേനിയയിലേക്ക് എത്തിച്ചത് എന്ന് ഇന്നലെ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. ഈ വിദ്യാർത്ഥികളെ ഇന്ന് ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ കൃത്യമായ മറ്റു വിവരങ്ങൾ വരുന്ന മണിക്കൂറിലായിരിക്കും വിദേശകാര്യ മന്ത്രാലയം പങ്കുവയ്ക്കുക. ഇന്നലെ അവരെ സുരക്ഷിതമായി അർമേനിയയിൽ എത്തിച്ചു എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, നിലവിൽ ഇപ്പോഴും ഇന്ത്യൻ എംബസി വിദ്യാർത്ഥികളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ നിലവിലെ ഓരോ ഘട്ടമനുസരിച്ചായിരിക്കും ഇവരെ മടക്കിക്കൊണ്ടുവരിക. കാരണം ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വലിയൊരു ആശങ്ക വിദേശകാര്യമന്ത്രിയോട് പ്രകടിപ്പിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി കൂടിയാണ് നിലവിൽ ഇത്തരമൊരു ഒഴിപ്പിക്കൽ. ഏതാണ്ട് ഇന്നലെ 110 വിദ്യാർത്ഥികളിൽ അതിൽ 60ഓളം വിദ്യാർത്ഥികൾ ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരാണ് എന്നാണ് ഇന്നലെ പുറത്തു വന്ന വിവരം. അപ്പോൾ എന്തായാലും കൂടുതൽ വിദ്യാർത്ഥികൾ ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരാണ്. അങ്ങനെ ആ ഒരു നടപടികൾ പുരോഗമിക്കുന്നു. ഇസ്രായേലാണെങ്കിൽ ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത് ടെൽ-അവീവിൽ അവരുടെ ഇന്ത്യൻ എംബസിയുമായി ഇന്ത്യൻ പൗരന്മാർ ബന്ധപ്പെടണം എന്നുള്ള കാര്യമാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ മുറയ്ക്കായിരിക്കും മറ്റൊഴിപ്പിക്കൽ നടപടികളിലേക്ക് കൂടി കടക്കുക. ഉന്മേഷ്, ക്രിസ്റ്റിന.